നമസ്കാരം. ഈ മാസം 17-ാം തീയതി നാഗപ്പൂരിൽ നടന്ന ഒരു സംഘർഷം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജിഹാദി ഗ്രൂപ്പുകൾ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോവുകയാണ്. ഇവരുടെ ലക്ഷ്യം നമ്മുടെ നാട് നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. എവിടെയാണോ നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മുടെ നാട് വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് പോകുന്നത്, അവിടെ വലിയ തരത്തിൽ അവിടെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ നാഗപ്പൂരിൽ സംഘർഷമുണ്ടാക്കിയ കലാപമുണ്ടാക്കിയ ആളുകളുടെ വീടുകളടക്കം ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ ഇടിച്ചു നിരത്തി തുടങ്ങിയാൽ ഒരു തർക്കമില്ല, പൂർണ്ണമായിട്ടും അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തുകയും അതുവഴി അവിടെ നഷ്ടമുണ്ടായിട്ടുള്ള ആളുകൾക്ക് ആ പണം തിരിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ. അപ്പൊ സുഡാപ്പികളെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജിഹാദി ഗ്രൂപ്പുകൾ എല്ലാവിധ സംവിധാനങ്ങളോടെ നിലവിൽ മഹാരാഷ്ട്ര സർക്കാർ പൊളിച്ചടക്കി കൊണ്ടുപോവുകയാണ്. അതിലൊരു തർക്കമില്ല. നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് നമ്മുടെ രാജ്യത്ത് 2014 മുന്ന് 2004 മുതൽ 2014 വരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇവിടുത്തെ സിമി പോലെയുള്ള, ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള, ഇന്ത്യൻ മുജാഹിദീൻ പോലെയുള്ള, അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകരവാദ സംഘടനകൾ വലിയ രീതിയിൽ നടത്തിയിരുന്നു. ഇവർ പ്രധാനമായിട്ട് നടത്തിയിരുന്ന അക്രമങ്ങൾ എന്തായിരുന്നു? നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഫോടനങ്ങൾ നടത്തുകയായിരുന്നു. നിരവധി ആളുകൾ, പാവപ്പെട്ട ആളുകൾ, ഇവിടുത്തെ നമ്മുടെ ഓരോ സഹോദരന്മാരും പിടഞ്ഞു വീണാണ് നമ്മുടെ നഗരങ്ങളിൽ മരിച്ചിരുന്നത്. മുംബൈ സ്ഫോടനമാവട്ടെ, ദില്ലി സ്ഫോടനമാവട്ടെ, ബാംഗ്ലൂർ സ്ഫോടനമാവട്ടെ, ചെന്നൈ സ്ഫോടനമാവട്ടെ, ഏത് മെട്രോ നഗരമായാലും ഇവിടെയെല്ലാം ഈ രീതിയിലുള്ള അക്രമങ്ങൾ, ഇതുപോലെ സ്ഫോടന പരമ്പരകളുമാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? നമ്മുടെ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, വിദേശികൾ പോലും നമ്മുടെ രാജ്യത്ത് വരാതിരിക്കുക, പാകിസ്ഥാനിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുക. ഇതാണ് ഇവന്മാർ ലക്ഷ്യം വെച്ചത്. കാരണം പാകിസ്ഥാനിലേക്ക് വിദേശ നിക്ഷേപകർ വരാറില്ല, വിദേശ ടൂറിസ്റ്റുകൾ വരാറില്ല. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകളുടെ ഭാഗത്തുണ്ടാകുന്ന അക്രമങ്ങൾ ഭയന്നുകൊണ്ട് ഇവരെല്ലാവരും മാറി നിൽക്കണം. അപ്പൊ ഇതേ സമാനമായിട്ടുള്ള സാഹചര്യം കോൺഗ്രസ് ഭരണകാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ഇവർ നടത്തിയത്. 2014 ശേഷം BJP അധികാരത്തിൽ വന്നപ്പോൾ ഈ ഒരു സംവിധാനം ഇവിടെ നടത്താൻ സാധിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ് നടത്താൻ സാധിക്കാത്തത്? കൃത്യമായിട്ട് ഇവിടെ ഈ ഭീകരവാദ സംഘടനകൾക്കെതിരെ വലിയ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഭീകരവാദികളെ പൂർണ്ണമായിട്ടും അടിച്ചമർത്താനും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാനിങ് നടത്തിയ, ഇത് ഡയറക്റ്റ് അക്രമം നടത്തിയവർക്ക് മാത്രമല്ല, ഇതിനെ പ്ലാനിങ് നടത്തിയിട്ടുള്ള എല്ലാവിധ ഇതിന്റെ പിന്നിലെ അണിയറ പ്രവർത്തകർക്ക് മുഴുവനും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി മോദി സർക്കാരിന് സാധിക്കുന്നുണ്ട്. ഈ ഭയമാണ് ഇവരെ ഈ സ്ഫോടന പരമ്പരകളിൽ നിന്ന് ഇന്ന് മാറി നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവർ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നാഗപ്പൂർ നടന്ന പോലെയുള്ള സംഘർഷങ്ങൾ രാജ്യത്തെ വ്യാപകമായിട്ട്, വ്യാപകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ഫോടനം നടത്തുന്നതിന് ഉപരിയായിട്ട് കലാപങ്ങൾ സൃഷ്ടിക്കുക, പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുക. അതിനായിട്ട് ഒരു കൂട്ടം യുവജനങ്ങളെ ഇതിനായിട്ട് എപ്പോഴും ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഒരു ക്വിക്ക് റിയാക്ഷൻ നടത്തി പോരാനുള്ള ഒരു നിലപാടുകളുള്ള ആളുകളാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നാഗ്പൂർ ഈ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിരിക്കുന്നതിൽ ഏകദേശം 12ഓളം ആളുകൾ പോലും പ്രായപൂർത്തിയാകാത്തവരാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ പോലും കലാപങ്ങളിൽ അംഗത്വം എടുക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കലാപ ഗ്രൂപ്പുകളിൽ അംഗത്വം എടുത്ത് മുന്നോട്ട് വരികയാണ്. അപ്പൊ ഇവിടെ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ ഇവിടെ നിന്ന് തുടച്ചു നിൽക്കുക. ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് യോഗി ആദിത്യനാഥിന്റെ പ്രേതം കയറിയിരിക്കുകയാണെന്ന് വേണം പറയാൻ. കാരണം ഈ ജിഹാദി ഗ്രൂപ്പുകളെ പൂർണ്ണമായിട്ട് ഈ പറയുന്ന നഗരങ്ങളിൽ നിന്ന് അടിച്ചോടിക്കുക അല്ലാതെ മറ്റൊരു മാർഗമില്ല. കാരണം ഈ ജിഹാദികളെ സംബന്ധിച്ച് ഇവർക്ക് ഒരേ ഒരു നിലപാടുള്ളൂ: നമ്മുടെ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. അതിന് പ്രോത്സാഹനം നൽകിയിട്ടുള്ള പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സക്കീർ നായിക്, ആരായിരുന്നു സക്കീർ നായിക്? സക്കീർ നായിക്കിനെതിരെ കേസ് വന്ന സമയത്ത് കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം വന്ന സമയത്ത് ഉടനടി രാജ്യം വിട്ട് ഓടി എന്നുള്ളതാണ്. എന്തിനാണ് ഇയാൾ രാജ്യം വിട്ടോടിയത്? ഇയാൾക്ക് എന്താണ് ഇയാൾ ഭയപ്പെടുന്നത്? ഇയാൾക്ക് സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കോടതിയിൽ നിന്ന് കൃത്യമായിട്ട് നീതി കിട്ടും. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതിരിക്കുകയോ ഒരു പ്രശ്നം ഉണ്ടാവുകയോ വേറൊരു വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല. നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടാൻ സാധിക്കുന്ന എല്ലാ സംവിധാനങ്ങളുള്ള ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ സക്കീർ നായിക്കിനെതിരെ നടപടികൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോയ സമയത്ത് ഉടനടി രാജ്യം വിട്ട് ഓടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ രാജ്യം വിട്ട് ഓടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, ബംഗ്ലാദേശിൽ ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ടൂറിസ്റ്റ് പോയ 7 പേരെ തലയർത്ത് കൊലപ്പെടുത്തി. അവിടെ ആ പിടിക്കപ്പെട്ട ആളുകൾ ISIS ഭീകരർ അവിടെ ചോദ്യം ചെയ്ത സമയത്ത് അവരുടെ വാക്കുകളിൽ നിന്ന് ലഭിച്ചതാണ് ഇന്ത്യയിലുള്ള സക്കീർ നായിക്കിന്റെ
പ്രസംഗങ്ങളിൽ പ്രചോദനം കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കൃത്യം നിർവഹിച്ചത്. അത് ബംഗ്ലാദേശിലെ ആളുകൾ, അപ്പൊ നമ്മുടെ ഈ കൊച്ചു രാഷ്ട്രത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് എത്രത്തോളം ആളുകൾ ഇതുപോലെ ഉള്ള ഒരു ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു TV ഡിബേറ്റിൽ ഒരു BJPയുടെ വനിത, ദില്ലിയിലുള്ള വനിതാ നേതാവ് ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇടുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്ത ഒരു പാവപ്പെട്ട രണ്ടാളുകൾ, ഒരു ഉദയ്പൂരിൽ കൊല്ലപ്പെട്ടതൊരു പാവപ്പെട്ട തയ്യൽ തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോ പിടിച്ചുകൊണ്ട് ആളെ തലയറക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുശേഷം കത്തി പിടിച്ചിട്ട് മീഡിയയുടെ മുന്നിൽ അല്ലെങ്കിൽ വീഡിയോയുടെ മുന്നിൽ വന്ന് പറയുകയാണ്, നരേന്ദ്രമോദി, അമിത്ഷാ ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇതുപോലെ നിങ്ങളെയും ചെയ്യുമെന്ന രീതിയിൽ കത്തി പിടിച്ച് ഇവരിങ്ങനെ സംസാരിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇവർക്ക് ഇതിനു വേണ്ടിയുള്ള പ്രചോദനം ആരിൽ നിന്നാണ് ലഭിക്കുന്നത്, എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള പ്രചോദനം നൽകുന്ന ആളുകളിലേക്ക് അടക്കം അന്വേഷണം ഇങ്ങനെ കുതിച്ചു പാഞ്ഞെത്തുന്ന സാഹചര്യമുണ്ട്. ഈ അന്വേഷണത്തെ ഭയന്നുകൊണ്ടാണ് സക്കീർ നായിക്കൊക്കെ ഇന്ത്യ മഹാരാജ്യം വിട്ടുപോയത്. ഇതുപോലെയുള്ള പല സക്കീർ നായിക്കുകളും ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെയൊക്കെ അറസ്റ്റും അവരുടെയൊക്കെ ജീവിതവും തിഹാർ ജയിലടക്കമുള്ള ഗാസിയാബാദിലെ ജയിലിലടക്കമുള്ള പല സ്ഥലങ്ങളിലേക്കും വരാനിരിക്കുന്ന സമയങ്ങളിൽ അങ്ങോട്ട് മാറ്റേണ്ടി വരുമെന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ജിഹാദികൾ സ്ഫോടന പരമ്പരകൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ പൂർണ്ണമായിട്ടും കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നാടിനെ കത്തിക്കുക, ഒറ്റയടിക്ക് നാടിനെ കത്തിക്കുക എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇവരുടെ എല്ലാം വീടുകളും സ്വത്തുവകകളും മഹാരാഷ്ട്ര സർക്കാർ നാഗപ്പൂരിൽ നടത്തിയ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടിച്ചു നിരത്തുകയും ഇതിലെ പ്രധാനപ്പെട്ട ആളുകൾ ഏകദേശം 150ഓളം ആളുകൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഈ കലാപത്തെ നിയന്ത്രിക്കാൻ പോയ 20ഓളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വസ്ത്രമൂരിയിട്ട് അതിന്റെ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ മാത്രമുള്ളൊരു മാനസിക, എത്രത്തോളം വലിയ ഒരു ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് ജിഹാദി ഗ്രൂപ്പുകൾ എടുക്കുന്നത്. ഇവന്മാർക്ക് നമ്മുടെ സൈനികരുടെ വസ്ത്രം കണ്ടാലും, നമ്മുടെ സൈനികർ യൂണിഫോം കണ്ടാലും, പോലീസിന്റെ യൂണിഫോം കണ്ടാലൊക്കെ ഇവർക്ക് ഭയങ്കര ഭീതിജനകമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. നമ്മൾ കാണേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലടക്കമുള്ള പോലീസുകാർ ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥയുള്ള ആളുകളാണ്. ഇവരെ സംബന്ധിച്ച് ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് പോലീസ് ഓടി വന്ന് അതിനെ നിയന്ത്രിക്കാൻ നിൽക്കുമ്പോൾ അത് കൃത്യമായിട്ട് പോലീസിന്റെയും കൂടി സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിലേക്കാണ് ഇവർ ഇവിടെ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭീകരവാദ സംഘടനകളുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മതമൗലികവാദ സംഘടനകളുടെ പ്രവർത്തനത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിന്റെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം. കാരണം ഒരു മതം മാറ്റ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശമായി അല്ലെങ്കിൽ ഒരു വിവാഹം മരവിപ്പിച്ചപ്പോൾ ഇവിടെ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി PFI ഭീകരവാദികൾ എറണാകുളം ഹൈക്കോടതിയിലേക്ക് നടത്തിയ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയിൽ പോലീസിനെ മറികടന്നുകൊണ്ട് പോലീസിന്റെ വാഹനത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വരെയും പ്രസംഗിച്ചിട്ടുള്ള ജിഹാദി സുഡാപ്പി ഭീകരന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പൊ ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ പോലീസ് അടക്കം വലിയ രീതിയിൽ സ്ട്രോങ് ആയില്ലെങ്കിൽ നാഗപ്പൂരിൽ അനുഭവിച്ച അതേ സിറ്റുവേഷൻ ഇവിടെയും അനുഭവിക്കേണ്ടി വരും. എങ്ങനെയാണെങ്കിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് ജിഹാദി ഗ്രൂപ്പുകളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാനുള്ള നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിക്കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സർക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജിഹാദി ഗ്രൂപ്പുകളുടെ വീടുകളും അതോടൊപ്പം തന്നെ എല്ലാം ഇടിച്ചു നിരത്തുകയും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയും അത് പിടിച്ചു കെട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.